കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഈ കഴിഞ്ഞ രാത്രികാലം അരങ്ങേറി. കർത്താവ് നമ്മെ സുരക്ഷിതമായിട്ട് പരിപാലിച്ചു, നമുക്ക് സുഖകരമായ ഉറക്കത്തെ തന്നു. അനുഗ്രഹത്തോടെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. ഈ നമ്മുടെ നല്ല പ്രഭാതം നമുക്ക് ദൈവവചന പഠനത്തോടുകൂടെ ആരംഭിക്കാം. എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡിലേക്ക് കടക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ ബഹുമാനിക്കാത്തവർ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗ പരമ്പരയിലെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ചില എപ്പിസോഡുകളായിട്ട് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ട് പെസഹ ആചരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ലഭിച്ചത്. നമുക്ക് ഈ എപ്പിസോഡിലും ചില ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡിലേക്ക് കടക്കാം. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ ചില എപ്പിസോഡുകളായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ ജേക്കബ് ജോൺ അവറുകൾ ഈ എപ്പിസോഡിലും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹമായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ എപ്പിസോഡിലേക്ക് കടക്കാം. ശ്രീ ജേക്കബ് ജോൺ അവറുകൾ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം വായിക്കാം. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തു, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും. തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായി ഇരിക്കണം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിച്ഛേദന ഒരു നിത്യ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിച്ഛേദന നിത്യ നിയമമായി ആചരിക്കേണ്ടതല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പരിച്ഛേദന ആചരിക്കുന്നില്ല എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ദയവായി അറിയിക്കുന്നതുമായി. അപ്പൊ ഇവിടെ പരിച്ഛേദന നിത്യ നിയമമായിട്ട് ആചരിക്കണമെന്ന് ഈ വാക്യത്തിൽ വായിച്ചു. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നാം എന്തുകൊണ്ട് പരിച്ഛേദന ആചരിക്കുന്നില്ല എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അങ്ങോട്ടൊരു ചോദ്യം ആദ്യം ചോദിക്കാം. ഈ പരിച്ഛേദന എപ്പോൾ ആരിലാണ് ആരംഭിച്ചത്? നാം തിരുവചനം പഠിക്കുമ്പോൾ അബ്രഹാമിലാണ് പരിച്ഛേദന ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിന്റെ അടയാളമായിട്ടാണ്. അപ്പൊ ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതിന്റെ തുടക്കം എവിടെയാണ്? അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ തുടക്കം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിക്കാം. 33:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർത്തും നീ അവന്റെ കുതികാൽ തകർക്കും. മതി. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇവിടെ ഏദൻ തോട്ടത്തിൽ ആയിരുന്ന ആദമും ഹവ്വയും പാപം ചെയ്തു. അപ്പൊ ദൈവം ആദമുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു, ഒരു നിയമം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് വാഗ്ദത്ത സന്തതി വന്ന് ലോകത്തിന് പാപത്തിന്റെ പരിഹാരം വരുത്തും. ഈ നിയമം അബ്രഹാമിൽ
പുതുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം അബ്രഹാമുമായിട്ട് ഒരു നിയമം ചെയ്യുന്നു, അല്ലെ? അപ്പൊ ഏദൻ തോട്ടത്തിൽ ചെയ്ത ഉടമ്പടി അബ്രഹാമിൽ എന്ത് ചെയ്യുന്നു? പുതുക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞത് അവിശ്വസിക്കുകയും പിശാചിനെ വിശ്വസിക്കുകയും ചെയ്തതാണ് അവർക്ക് പാപമായിട്ട് കലാശിച്ചത്. അപ്പോൾ അവിശ്വാസത്താലാണ് അവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവിശ്വാസത്താൽ നഷ്ടപ്പെട്ടതിനെ വിശ്വാസത്താൽ വീണ്ടെടുക്കണം. അതെ, വിശ്വാസത്താൽ നേടാം എന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നു. അപ്പൊ ദൈവം അബ്രഹാമുമായി ചെയ്ത നിയമത്തിന്റെ അടയാളമായിട്ടാണ് ഈ പരിച്ഛേദന കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 17-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 17:11. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്ക് മധ്യേയുള്ള നിയമത്തിന്റെ അടയാളം ആകും. അപ്പൊ അബ്രഹാമുമായിട്ട് നിയമം ചെയ്തപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിനക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. അപ്പൊ ഈ പരിച്ഛേദന എന്തിനാ കൊടുത്തത്? ദൈവവും അബ്രഹാമുമായിട്ട് ചെയ്ത നിയമത്തിന്റെ അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുത്തത്. അപ്പൊ നമുക്കറിയാം, ദൈവം അബ്രഹാമുമായിട്ട് ചെയ്ത നിയമത്തിൽ ചില വാക്തത്വങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? ഒരു വാക്തത്വ സന്തതിയെ ദൈവം വാക്തത്വം ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ദൈവം ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടൊരു വാക്തത്വ സന്തതിയെ ഇസ്രായേലിന് വാക്തത്വം ചെയ്തു. അതിന്റെ അടയാളമായിട്ടാണ് പരിച്ഛേദന എന്ന ആചാരം അനുഷ്ഠാനം കൊടുത്തത്. ഇത് ഇസ്രായേലിന് വേണ്ടി മാത്രം കൊടുത്തതായിരുന്നോ? ഒരിക്കലുമല്ല. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. 17:13. നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. അപ്പൊ നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. തന്നെയുമല്ല, പരിച്ഛേദന ഏൽക്കാത്തൊരു വ്യക്തിക്ക് പെസഹ ആചരിപ്പാൻ സാധ്യമല്ല. അത് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് 12-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ. പുറപ്പാട് 12:48. ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ളതോ ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിന്റെ ശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം. അവൻ സ്വദേശിയെ പോലെ ആകും. പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനും അത് പെസഹ ആചരിപ്പാനായിട്ട് പാടില്ല, അല്ലെ? അപ്പൊ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ വാക്തത്വ സന്തതിയെ നൽകുമെന്ന നിത്യ നിയമത്തിന്റെ അടയാളമായിട്ടാണ് പരിച്ഛേദന നൽകിയിരിക്കുന്നത്. സംശയമില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തു എന്ന വാക്തത്വ സന്തതി വന്നതോടുകൂടി പരിച്ഛേദന എന്ന് പറയുന്ന ആചാരത്തിന് അറുതി വന്നു. കാരണം ഈ വാക്തത്വ സന്തതി നൽകുമെന്നതിന്റെ അടയാളമായിട്ടാണ് പരിച്ഛേദന നൽകിയത്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ വാക്തത്വ സന്തതിയും അബ്രഹാമിന്റെ സന്തതിയും വാക്തത്വ പ്രകാരം മക്കളുമാകുന്നു എന്നുള്ള പൊരുൾ സ്ഥാപിക്കപ്പെട്ടതോടുകൂടെ ജാതികളും പരിച്ഛേദന ഏൽക്കേണ്ടതില്ല എന്ന് അപ്പോസ്തലന്മാർ തീരുമാനിച്ചു. ഒരു വാക്യം ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഗലാത്യർ 3:29. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ടൊരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവൻ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം മക്കളുമാകുന്നു. അപ്പോൾ ജാതികൾക്കും പരിച്ഛേദന ഏൽക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ നമ്മൾ ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പരിച്ഛേദന ഏറ്റാൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ കഴിയൂ എന്ന് വാദിക്കുന്നവർ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അപ്പൊ നമുക്ക് ഈ ആദിമസഭയിലുള്ള പ്രശ്നം പ്രവർത്തിയാലുള്ള രക്ഷയിൽ ആശ്രയിച്ച ചിലരെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ലെന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഇതേ ഉപദേശക്കാർ ഗലാത്യ സഭയിലും കടന്നു വന്നു. അവർ ഗലാത്യ സഭയിൽ വന്ന് അവരെ ഉപദേശിച്ചു, നിങ്ങൾ പരിച്ഛേദന ഏറ്റില്ല എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അതെ, യഹൂദവൽക്കരക്കാർ. അപ്പൊ അവരെ പൗലോസ് അപ്പോസ്തലൻ ശാസിക്കുന്നുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ?
ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഗലാത്യ സഭയിൽ ഇത്തരക്കാരുടെ ഉപദേശം കടന്നു വന്നപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെ ഉപേക്ഷിച്ചിട്ട് പലരും പ്രവൃത്തിയാലുള്ള രക്ഷ തേടിപ്പോയി. അവരെ പൗലോസ് അപ്പോസ്തലൻ ശാസിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ആകുന്ന വാഗ്ദത്ത സന്തതി വന്നതോടുകൂടെ എന്ത് ചെയ്തു? കാൽവരി ക്രൂശിന് നിഴലായിരുന്ന ഈ പരിച്ഛേദന എന്ന ആചാരം നിന്നുപോയി എന്നുള്ള വസ്തുത ഗലാത്യർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്ത ഗലാത്യർ എന്ന് അവരെ വിളിക്കുന്നത്. ബുദ്ധിയില്ലാത്ത ഗലാത്യർ എന്നവരെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുന്നു ഗലാത്യർ 3:19, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പോൾ നാം എന്തുകൊണ്ട് പരിച്ഛേദന ഏൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, വാഗ്ദത്ത സന്തതിയാകുന്ന കർത്താവായ യേശുക്രിസ്തു വന്നതോടുകൂടെ പരിച്ഛേദന ഏൽക്കേണ്ടതില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വാഗ്ദത്ത സന്തതിയെ നൽകുമെന്നതിന്റെ അടയാളമായിരുന്നു പരിച്ഛേദന. യേശുക്രിസ്തു ആകുന്ന വാഗ്ദത്ത സന്തതി വന്നതോടുകൂടെ പരിച്ഛേദന എന്ന ആചാരം അതിന് പ്രസക്തിയില്ല. പിന്നെ എന്ത് പരിച്ഛേദനയാണ് വേണ്ടുന്നത്? റോമാലേഖനം 2-ാം 29-ാമത്തെ വാക്യം. റോമാലേഖനം 2-ാം 29-ാമത്തെ വാക്യം. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പൊ നമുക്ക് ഇപ്പോൾ വേണ്ടുന്നത് അക്ഷരികമായിട്ടുള്ള പരിച്ഛേദനയല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ് നമുക്ക് ആവശ്യമായത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ആകുന്ന വാഗ്ദത്ത സന്തതിയെ നൽകുമെന്നതിന്റെ അടയാളമായിരുന്നു പരിച്ഛേദന. ആ വാഗ്ദത്ത സന്തതി വന്നതോടുകൂടെ നമുക്ക് അക്ഷരികമായിട്ടുള്ള പരിച്ഛേദന നിന്നു. ഇപ്പോൾ നമുക്ക് ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ആവശ്യം. അപ്പൊ ഉത്തരം ക്ലിയർ ആയോ? ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എപ്പിസോഡിലെ 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതോടുകൂടി നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പാപികളാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇനി നമ്മൾ പാപം ഇല്ലാത്തവരാണെന്നാണ് പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുതെന്നാണ് ഒരു സംശയം പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചോദിച്ചു. അപ്പൊ നല്ല ഒരു ചോദ്യമാണ്. സാധാരണ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രസ്താവനയാണ്, കർത്താവായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു, ഇനി നമ്മൾ ആരും പാപികളല്ല, നാം പാപികളാണെന്ന് പറയുകയും ചെയ്യരുത്. അപ്പൊ ഈ പ്രസ്താവന എത്രമാത്രം ശരിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-10 വാക്യങ്ങൾ. ആദ്യം 1 യോഹന്നാൻ 1:8 വാക്യം വായിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. മതി, ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. സത്യം നമ്മളില്ലാതെയായി. എന്താണ് സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും. യേശു നമ്മളില്ല. അപ്പൊ നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നെങ്കിൽ പിന്നെ യേശുവിന്റെ ആവശ്യമേ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പൊ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10-ാമത്തെ വാക്യം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദി ആക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അപ്പൊ നമ്മൾ ഇനി പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ നാം ഇനി പാപിയേ അല്ല, നാം ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. അവന്റെ വചനം നമ്മളിൽ ഇല്ലാതെയായി. അപ്പൊ നമുക്ക് മനുഷ്യരായ നമ്മളെല്ലാവരും തിരുവചനം പറയുന്നത് നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. ഇനി ആരെങ്കിലും പാപം ചെയ്തു പോയാലോ അതിന് പരിഹാരം ഉണ്ട്. തിരുവചനം എന്താ പറയുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപം
തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ആശ്രയിച്ചാൽ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യത്തിന് ഉത്തരം ക്ലിയർ ആയി എന്ന് ചിന്തിക്കുന്നു. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം, യേശുക്രിസ്തു ആകുന്ന സത്യം നമ്മളില്ല. യേശുക്രിസ്തുവിന്റെ ആവശ്യമേ നമുക്കില്ലാതെയായിട്ട് മാറുകയാണ്. ഇനി നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലോ നാം ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ ഇല്ലാതെയാകും. അതെ, കർത്താവ് പറയുന്ന എല്ലാവരും പാപം ചെയ്തു അല്ലെന്ന് പറയുമ്പോൾ അത് വളരെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് മാറുകയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തിയത്. ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ പരിച്ഛേദന ആചരിക്കുന്നില്ല? അതിന്റെ കാരണം നമ്മൾ കണ്ടു, വളരെ വ്യക്തമായിട്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടി. രണ്ടാമത്, നാം പാപികളല്ല എന്ന് പറയണം എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. നമ്മൾ എല്ലാവരും പാപമുള്ളവരാണ്. പാപത്തിന്റെ എല്ലാ സാധ്യതകളും പിശാച് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനുദിനം മനുഷ്യന് അനുനിമിഷം പാപത്തിൽ വീഴുവാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമുണ്ട്. 1 യോഹന്നാൻ 1:9 വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. ആ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ആ ദൈവത്തിന്റെ സ്ഥാനം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താം. നാം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. നാം കർത്താവിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണോ? അതോ അത് നമ്മൾ മാറിപ്പോയെന്നും നീങ്ങിപ്പോയെന്നും നമുക്ക് വേണ്ട എന്നും പറയുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലെ തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിലൊരു പുനർവിചിന്തനത്തിന് മുഖാന്തരമായിട്ട് തീരണം. തിരുവചനം നമ്മൾ ശരിയായിട്ട് പഠിച്ചില്ല എങ്കിൽ നാം തെറ്റിപ്പോകും. പലപ്പോഴും ശരിയായിട്ട് മനസ്സിലാക്കാത്തതാണ് നാം ദൈവഭാഗത്ത് ക്രമീകരിക്കപ്പെടാത്തതിന്റെയും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെയും കാരണം. അതുകൊണ്ട് വചനം ഉള്ളതുപോലെ പഠിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് മുന്നേറാം. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നാം കഴിഞ്ഞ കാല ജീവിതത്തിൽ പലപ്പോഴും പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ച വ്യക്തികളായിരിക്കാം. ഇന്ന് നാം പാപത്തിൽ തുടരുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ജീവിതത്തെ ഞാനിത് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കണമേ, അവിടുന്ന് എന്നെ കഴുകണമേ. അപ്രകാരം ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തും. നാം വെറുതെ ഞാൻ വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ചെയ്ത പാപം കർത്താവെ നീ അങ്ങ് ക്ഷമിച്ചേരെ എന്ന് പറയുന്നവരായിട്ടല്ല. പിന്നെയോ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ദാവീദ് രാജസിംഹാസനത്തിൽ നിന്നും ഇറങ്ങി 8 വെണ്ണീറിലും ഇരുന്ന് നിലവിളിച്ചു. ദാവീദിന്റെ അനുതാപത്തിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് 51 സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നീ എന്നെ നന്നായി കഴുകണം, നീ എന്നെ വിശുദ്ധീകരിക്കണം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണം. അങ്ങനെ ദാവീദിന്റെ അനുതാപത്തിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ദാവീദിന്റെ പാപം കർത്താവ് ക്ഷമിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് അനുതാപത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റു പറയാം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം എന്താണ്? നമ്മുടെ കുറവുകളാണ്. യെശയ്യാ 59:1 പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടഭാരം, നമ്മുടെ ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതികൂലങ്ങള്, പ്രതിസന്ധികള്, പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാത്തത്? എന്നാൽ വചനം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നാം ഈ പ്രഭാതത്തിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് ബോധവാന്മാരായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ കാൽവറിയിലെ മരണം നമ്മുടെ പാപത്തിന് പരിഹാരമാണ്. ഈ പ്രഭാതത്തിൽ എത്ര പേർ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും? നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിനായിട്ട് ജീവിക്കും. എൻ്റെ പാപ വഴികളെ വിട്ട്, എൻ്റെ മദ്യപാനത്തെ വിട്ടിട്ട്, എൻ്റെ മോശമായ ജീവിത രീതികളെ വിട്ടിട്ട് ഞാനിതാ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ഒരു സംശയമില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ സമർപ്പണത്തെ കർത്താവ് മാനിക്കട്ടെ. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഇന്ന് അടിയങ്ങൾ കേട്ട തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കാൽവറി ക്രൂശിൽ അവിടുന്ന് വാഗ്ദത്ത സന്തതിയാകുന്ന അടിയങ്ങളുടെ കർത്താവ്
അടിയങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോർത്ത് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണല്ലോ അടിയങ്ങൾക്ക് ഇന്ന് രക്ഷ കൈവശം വന്നിരിക്കുന്നത്. അവിടുത്തെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, അടിയങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ, നന്നായി കഴുകണമേ. പാപത്തെ വിട്ടിട്ട് വിശുദ്ധിയുടെ നല്ല പാതയിൽ മുന്നേറുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് മാനിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ എല്ലാ കൃപകളും കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ അവരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും എന്റെ തമ്പുരാന്റെ സന്നിധിയിൽ വിടുതലുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മയായിട്ട് യാചിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമർപ്പണത്തെ കർത്താവ് മാനിക്കട്ടെ. തുറന്നുള്ള ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിന് വേണ്ടി നല്ല തീരുമാനത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിൽ വളരുവാനും കർത്താവ് സഹായിക്കും. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും ജയ്ഹിന്ദ് ടിവിയിലുള്ള ഈ 6:30 പ്രഭാഷണം നിങ്ങൾ കേൾക്കുവാനായിട്ട് മറക്കരുത്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത്, കഴിഞ്ഞ നാളുകളിൽ ജയ്ഹിന്ദ് ടിവിയിലൂടെ സംപ്രേഷണം ചെയ്ത വിവിധ വിഷയങ്ങളുടെ DVD-കൾ നിങ്ങൾക്കായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന വിഷയത്തെ സംബന്ധിച്ച് 10 പ്രസംഗങ്ങളടങ്ങിയ DVD, ന്യായവിധി എന്ന വിഷയത്തെ ആസ്പദമാക്കി 10 പ്രസംഗങ്ങളടങ്ങിയ DVD, മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തെ ആസ്പദമാക്കി 9 പ്രസംഗങ്ങൾ അടങ്ങിയ DVD, ക്രിസ്തുവിൻ്റെ നിർമ്മല മണവാട്ടി എന്ന വിഷയത്തെ ആസ്പദമാക്കി 12 പ്രസംഗങ്ങൾ അടങ്ങിയ DVD, അതുപോലെ ആത്മാവിൻ്റെ ഫലം എന്ന വിഷയത്തെ ആസ്പദമാക്കി 10 പ്രസംഗങ്ങൾ അടങ്ങിയ DVD. ഇത് നിങ്ങൾക്കായിട്ട് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു തരുവാനായിട്ട് സാധിക്കും. കൂടുതൽ ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്കിത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പേഴ്സണൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രവചന ശബ്ദം മാസിക. ദൈവിക സത്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു മാസികയാണ് പ്രവചന ശബ്ദം. വായിക്കുക, വരിക്കാരാകുക. വാർഷിക വരിസംഖ്യ വെറും 100 രൂപ മാത്രം. വിളിക്കേണ്ട നമ്പർ 94-9555-082. ഞങ്ങളുടെ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗുഡ് സമരിറ്റൻ മിനിസ്ട്രി, പുത്തൻതറയിൽ ഹൗസ്, നിയർ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല PO, കേരള 689101. വിളിക്കേണ്ട നമ്പർ 9847906636, 97470979977.